പ്രിയ സുഹൃത്തുക്കളെ, ഈ കഥയുടെ പേര് നനയുന്ന വേഷ്ടിത്തുമ്പ്. തുടങ്ങട്ടെ. അമ്പലത്തിൽ നിന്നും പി ലീലയുടെ മധുരാലാപനം ഉയർന്നു കഴിഞ്ഞു. ഈ പരിസര പ്രദേശങ്ങളിലെ ഒട്ടുമിക്ക ആളുകളും കാലത്തുണരുന്നത് ഇത്തരം ദേവസംഗീതം കേട്ടിട്ടായിരിക്കും. ഈ നാട്ടുകാരുടെ പുണ്യം. ഗുരുവായൂരപ്പൻ്റെയും മഹാദേവൻ്റെയും ദേവിയുടെയും മറ്റും കീർത്തനങ്ങൾ കേട്ടുണരുവാൻ കഴിയുന്നത് മഹാഭാഗ്യമല്ലാതെ മറ്റെന്ത്. നാട്ടിൻപുറമായതിനാൽ ചുറ്റും എങ്ങും പച്ചപ്പാണ്, വൃക്ഷലതാദികളാണ്. വാഹനങ്ങളും ഫാക്ടറികളും തീരെയില്ല എന്നു തന്നെ പറയാം. പുതുതലമുറയിലെ ഏതാനും കുട്ടികൾക്ക് ഇരുചക്ര വാഹനങ്ങളുണ്ട് എന്നതൊഴിച്ചാൽ ഒരു തരത്തിലുള്ള പരിസര മലിനീകരണവും സംഭവിക്കാത്ത ഗ്രാമം. 1 കിലോമീറ്ററിലധികം നടക്കണം മെയിൻ റോഡിലെത്തി ബസ് കയറുവാൻ. അതിനാൽ തന്നെ നല്ല ശുദ്ധവായുവും ജലവും ആസ്വദിച്ചു കഴിയുന്നു ഈ നാട്ടുകാർ. അതിരാവിലെ ഉണരുന്ന ദേവസംഗീതമാണോ പറവകളെ ഉണർത്തുന്നത്, അതോ പറവകളുടെ കളകളാരവും കേട്ടിട്ടാണോ അമ്പലത്തിലെ കുഞ്ഞുണ്ണി വാര്യർ ഉണർന്ന് ദേവസംഗീതത്തിന് ജീവൻ പകരുന്നത് എന്നുറപ്പില്ല. ഏതായാലും ഇവ രണ്ടും ചേർന്ന പുലരികളാണ് നാട്ടുകാരെ ഉണർത്തുന്നത് എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എഴുന്നേൽക്കുക തന്നെ. ഇന്ന് 30 വെള്ളിയാഴ്ചയാണ്. അമ്പലത്തിലൊന്ന് പോകണം. കുട്ടികളുടെ പേരിൽ കുറച്ച് വഴിപാടുകൾ കഴിക്കാണ്ട്. സരസ്വതി അമ്മ പതുക്കെ കട്ടിലിൽ എഴുന്നേറ്റിരുന്നു. തണുപ്പുകാലമായതിനാൽ ആണെന്ന് തോന്നുന്നു സന്ധികളിലെല്ലാം ഒരു വേദന. മുടി കെട്ടിവെക്കുവാൻ പോലും ബുദ്ധിമുട്ട്. ഒരുവിധം എഴുന്നേറ്റു വേച്ചു നടന്ന് ഉമ്മറത്തു ചെന്ന് വാതിൽ തുറന്നു. കുട്ടേട്ടനെ ഉണർത്തേണ്ട എന്നു കരുതിയാലും മൂപ്പരുണരും. ദാ ഇന്നും ഉണർന്നിട്ടുണ്ട്. പേപ്പർ വന്നൊന്ന് നോക്ക, ഉത്തരവെത്തി. പേപ്പർ എന്നും സമയത്ത് ഗേറ്റിൽ കൊണ്ടുവന്ന് വയ്ക്കുന്നുണ്ട് ഒരു പയ്യൻ. എന്നാലും കണ്ണുമിഴിച്ചാൽ ആദ്യം ആവശ്യപ്പെടുക ഇതാണ്. ഒരു ശീലമായ പോലെ. ഇടനാഴിയിലെ ചുമരിൽ ഉറപ്പിച്ചിട്ടുള്ള സ്റ്റാൻഡിലെ നിലവിളക്ക് കൊളുത്തട്ടെ ആദ്യം, എന്നിട്ട് പേപ്പർ പോയി കൊണ്ടുവന്ന് കൊടുക്കാം. കൃഷ്ണ ഗുരുവായൂരപ്പ, കുട്ടികളെ കാത്തോളണേ. നിലവിളക്കിൻ്റെ സ്വർണ്ണനാള പ്രകാശത്തിൽ തെളിഞ്ഞു കാണുന്ന ഗുരുവായൂരപ്പൻ്റെ തിരുമുഖത്ത് നോക്കി അവർ പ്രാർത്ഥിച്ചു. മറ്റ് ദേവീദേവന്മാരുടെ ഫോട്ടോകളിൽ കൂടി ഒന്ന് കണ്ണോടിച്ച് തൊഴുത് അവർ മുറ്റത്തേക്കിറങ്ങി ഗേറ്റിലേക്ക് നടന്നു. രാവിലത്തെ ചായ കുടിയും പേപ്പർ വായനയും കഴിഞ്ഞ് കുട്ടേട്ടൻ കുളിക്കുവാൻ തയ്യാറാവുകയാണ്. 2 പേര് കൂടിയാണ് സാധാരണ ക്ഷേത്ര ദർശനങ്ങൾക്ക് പോകാറ്. അല്ല, വേറെ ആരുമില്ലല്ലോ ഇവിടെ ഈ വീട്ടിലെ. ഞങ്ങൾക്കൊരു മകളേ ഉള്ളൂ, ഗൗരി. വൈക്കത്തപ്പൻ്റെ നടക്കൽ മനമൊരുക്കി പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയ വരം. അതും ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം. വീട്ടുകാരുടെയും നാട്ടുകാരുടെയും വിശേഷമൊന്നും ആയില്ലേ എന്ന ചോദ്യം കേട്ട് മടുത്ത ആ കാലത്ത് കുട്ടേട്ടൻ്റെ കൂടെ പഞ്ചായത്ത് ഓഫീസിൽ ജോലി ചെയ്തിരുന്ന പ്രഭാകരനാണത്രേ വൈക്കത്തപ്പനെ കണ്ട് തൊഴുത് പ്രാർത്ഥിച്ച് സങ്കടമുണർത്തിക്കുവാൻ നിർദ്ദേശിച്ചത്. ഞങ്ങളുടെ ജീവിതത്തിൽ ഈശ്വരാനുഗ്രഹങ്ങൾ തന്നെയാണ് എല്ലാം. മുജ്ജന്മ സുഹൃതമായി ഈ അമ്പലോട്ടത്ത് തന്നെ തറവാടും. ഭാഗവശാൽ അത് തനിക്ക് ലഭിക്കുകയുമുണ്ടായി. ഗൗരി പഠിച്ചത് ഡിഗ്രി വരെ നാട്ടിലും പിന്നീട് കമ്പ്യൂട്ടർ ഉന്നത വിദ്യാഭ്യാസം കോയമ്പത്തൂരിലുമാണ്. ഈശ്വരാനുഗ്രഹത്താൽ നന്നായി പഠിക്കുവാനും പിന്നീട് ബാംഗ്ലൂരിലെ ഒരു MNCയിൽ ജോലിയിൽ പ്രവേശിക്കുവാനും കഴിഞ്ഞു അവൾക്ക്. കുഞ്ഞുനാൾ മുതൽക്കേ ഈശ്വരവിശ്വാസിയാണ് അവൾ. എല്ലാ വെള്ളിയാഴ്ചകളിലും സന്ധ്യയ്ക്ക് ദീപാരാധന തൊഴുവാൻ ക്ഷേത്രത്തിൽ പോകുമായിരുന്നു. ബാക്കി ദിവസങ്ങളിൽ ശുദ്ധിയോടെ പൂജാമുറിയും നിലവിളക്കുകളും കഴുകി വൃത്തിയാക്കി ദീപം തെളിയിച്ച് നാമം ജപിക്കണം എന്ന നിർബന്ധവും അവൾക്കുണ്ടായിരുന്നു. പിന്നെ കുറേ കീർത്തനങ്ങൾ ആലപിക്കും. ഭസ്മം തൊട്ട് എഴുന്നേറ്റാലേ കുട്ടിക്ക് തൃപ്തിയാവുള്ളൂ. ബാംഗ്ലൂരിൽ ഓഫീസ് കുറേ ദൂരെയായിരുന്നുവെങ്കിലും താമസം ജാലഹള്ളിയിലായിരുന്നു. ഞങ്ങൾ പറയുമായിരുന്നു, മോളെ എന്തിനാ ഇത്ര ദൂരെ താമസിക്കുന്നത്, ഓഫീസിനടുത്താണെങ്കിൽ എളുപ്പമല്ലേ. പക്ഷേ അവൾ തയ്യാറാവില്ല. പിന്നീട് കാനഡയിലേക്ക് പോകും വരെയും ജാലഹള്ളി അമ്പലത്തിനടുത്ത് തന്നെ ആ വീട്ടിൽ തന്നെയാണ് അവൾ താമസിച്ചത്. പറ്റുമ്പോഴൊക്കെയും ഗൗരിക്ക്
ആ അയ്യപ്പ സന്നിധിയിലെത്തണം. ഞങ്ങളിരുവർക്കും വളരെ സന്തോഷമാണ് ഗൗരിയുടെ ഭക്തിയിലും ഇത്തരം ചിട്ടകളിലും. ഒരുപാട് അഭിമാനവും ചാരിതാർത്ഥ്യവും ഉണ്ട് ഞങ്ങളുടെ കുട്ടിയെ ഇങ്ങനെ വളർത്തിയതിൽ. നാട്ടിൽ വല്ലപ്പോഴും വരുമ്പോഴും ഓടുമോള അമ്പലത്തിലേക്ക് പലപ്പോഴും ഞങ്ങളെയും കൂട്ടിക്കൊണ്ടു പോകുമായിരുന്നു, ഗുരുവായൂരിലേക്കും കാടാമ്പുഴയിലേക്കും മറ്റും. കൂട്ടേട്ടൻ ചോദിക്കും, അല്ല മോളെ, നീ ഈ ജോലിക്കിടയിൽ ഇറങ്ങിപ്പോകാറുണ്ടോ അമ്പലത്തിലേക്കൊക്കെ എന്ന്. അച്ഛാ, ഞാൻ വിളിച്ച് ദിവസം പ്രാർത്ഥിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് നല്ലോണം പഠിക്കാനും നല്ലൊരു കമ്പനിയിൽ ഉയർന്ന പൊസിഷനിലെത്താനും പറ്റിയത് എന്നായിരുന്നു അവളുടെ മറുപടി. പിന്നീടായിരുന്നു അവളുടെ വിവാഹം. നല്ലൊരു ഈശ്വരവിശ്വാസി ആയിരിക്കണമേ ഞങ്ങളുടെ മരുമകൻ എന്നായിരുന്നു പ്രാർത്ഥന. അമ്പലവട്ടത്ത് ജനിച്ചു വളർന്ന് ജീവിക്കുന്നവരാണല്ലോ ഞങ്ങളൊക്കെ. ആ ചിട്ടകളെ ബഹുമാനിക്കുന്ന ആളാവണം മരുമകൻ എന്നാഗ്രഹിച്ചിരുന്നു. ഞങ്ങളെ ഈശ്വരൻ നിരാശരാക്കിയില്ല. സ്ഥിരമായി ക്ഷേത്രദർശനം നടത്തുകയോ ദിവസവും നാമജപങ്ങളിൽ ഏർപ്പെടുകയോ ചെയ്യുന്ന വ്യക്തിയല്ല രാജേഷ്. എന്നാലോ വിശ്വാസിയാണ്. വല്ലപ്പോഴുമൊക്കെ ഗൗരിയുമൊത്ത് അമ്പലത്തിൽ പോകും. പിന്നെ വിഷുക്കണി ഒരുക്കുവാനും ഓണത്തിന് മാധോരി വെച്ച് പരമ്പരാഗത അനുഷ്ഠാനങ്ങൾ പാലിക്കുവാനും മുൻകൈയെടുത്തു. കുട്ടേട്ടനാണ് മുമ്പൊക്കെ ചെയ്തിരുന്നത്. പക്ഷേ പ്രായത്തിൻ്റെ അവശതകൾ അലട്ടിത്തുടങ്ങി. കുടുംബത്തിൽ വന്നു കയറിയ മരുമകൻ ചടങ്ങുകളെല്ലാം ഏറ്റെടുത്തു നടത്തുന്നത് കാണുമ്പോൾ ഞങ്ങൾക്കും വളരെ സന്തോഷമായിരുന്നു. ഗുരുവായൂരപ്പൻ്റെ കടാക്ഷത്താൽ കുട്ടികൾക്ക് കണ്ണനായി ഒരു ആൺകുഞ്ഞ് പിറന്നു. കുട്ടേട്ടനായിരുന്നു ഒരു ആൺകുട്ടിയെ പേരക്കിടാവായി കിട്ടണമെന്ന ആഗ്രഹം. പിന്നീട് മോഹസാക്ഷാത്കാരത്തിന് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് കുഞ്ഞിൻ്റെ ചോറൂണും പേരിടൽ കർമ്മവും നടത്തിയതും കണ്ണൻ്റെ സന്നിധിയിൽ തന്നെ. വെണ്ണ കൊണ്ട് തുലാഭാരവും അന്ന് നടത്തി. അവർ രണ്ടുപേരും കുട്ടിയെയും കൊണ്ട് ബാംഗ്ലൂരിലേക്ക് തിരിച്ചുപോയി. കുഞ്ഞിന് ഒരു വയസ്സായ കാലഘട്ടത്തിലാണ് കോവിഡ് മഹാമാരി ജനങ്ങളെ പിടിമുറുക്കിയത്. നാല് പുറമുള്ള അയൽവാസികളുമായി മുണ്ടിയും പറഞ്ഞും പഴകിയ തങ്ങൾക്കിരുവർക്കും പെട്ടെന്നുള്ള പരസ്പരം അകറ്റി നിർത്തുന്ന പ്രവണത ഒട്ടും ഉൾക്കൊള്ളാനായില്ല. ആരും വീട്ടിൽ വരാതായി. ആരെയും ഗേറ്റിന് പുറത്ത് റോഡിൽ പോലും കാണാൻ കഴിയാതായി. അമ്പലത്തിൽ പോലും പോയി തൊഴാൻ സാധിക്കാതെയുമായി. വീട്ടിൽ ഇരുന്നിരുന്ന് മടുത്തു. പിന്നീട് വർക്ക് ഫ്രം ഹോം എന്ന സ്ഥിതിവിശേഷത്തോടുകൂടി മക്കൾ രണ്ടുപേരും നാട്ടിലെത്തി കുഞ്ഞുമായി. അപ്പോഴാണ് വീട് ഒന്നുണർന്നത്. രാവിലെ ഉണർന്നെഴുന്നേറ്റാൽ രണ്ടുപേരും അവരവരുടെ ലാപ്ടോപ്പുകളുമായി ഓരോ മുറികളിലേക്ക് കയറിക്കൂടും. പിന്നെ വാതിലടയ്ക്കും. പിന്നെ അവരെ കാണുക ഉച്ചയ്ക്കായിരിക്കും ഊണ് കഴിക്കുവാൻ. അതും പലകുറി വാതിൽ പോയി തട്ടി വിളിച്ചാൽ മാത്രം. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും റൂമുകളിലേക്ക് മടങ്ങും. പിന്നെ നല്ലോണം ഇരുട്ടിയിട്ടേ ഇരുവരെയും വീണ്ടും പുറത്തു കാണുകയുള്ളൂ. അതുകൊണ്ട് ഒരു ഗുണമുണ്ടായി ഞങ്ങൾക്ക്. പേരക്കുട്ടിയുടെ ചിക്കു എന്നാണ് ഞങ്ങൾ വിളിക്കുക. ശരിക്കുള്ള പേര് മഹാദേവൻ. കുട്ടിയുടെ എല്ലാ ചുമതലകളും ഞങ്ങളിലായി. ഞങ്ങൾ ശരിക്കും ആസ്വദിച്ചു പേരക്കുട്ടിയുമൊത്തുള്ള ചിരികളികളുടെ ആ കാലം. എന്നാലും വല്ലാത്തൊരു കെട്ട കാലമായിരുന്നു അത്. ഒന്ന് മുറ്റത്തേക്ക് പോലും ഇറങ്ങാനാവാത്ത ഒരവസ്ഥ. ആകെ ഒരു ആശ്വാസം കാലത്തും വൈകിട്ടുമുള്ള വിളക്ക് കൊളുത്തലും പ്രാർത്ഥനകളൊക്കെ ആയിരുന്നു. പിന്നെ ചിക്കുവിൻ്റെ കുസൃതികളും. കുട്ടേട്ടനെ കളിപ്പിക്കുക എന്നതായിരുന്നു അവൻ്റെ പ്രധാന വിനോദം. രാവിലെ ഗേറ്റിൽ പേപ്പർ കൊണ്ടുവന്നിടുന്ന നിമിഷം കുട്ടി ഓടിപ്പോയി അതെടുത്ത് കൊണ്ടുവന്ന് അമ്മച്ചനെ ഏൽപ്പിക്കും. ന്യൂസ് പേപ്പർ വായിക്കുവാൻ അക്ഷമനായി കാത്തിരിക്കുന്ന കുട്ടേട്ടൻ കണ്ണട കാണാതെ തിരഞ്ഞു നടക്കും. അത് പേരക്കുട്ടി ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാവും. കുറേ കഴിഞ്ഞ് അവൻ തന്നെ അത് എടുത്തു കൊടുക്കുകയും ചെയ്യും. പുരാണകഥകൾ പറഞ്ഞു കൊടുക്കലും നാമം ജപിക്കുമ്പോൾ ആലപിക്കുവാനുള്ള കീർത്തനങ്ങൾ പാടിക്കൊടുത്ത് പഠിപ്പിക്കലുമൊക്കെയായി എൻ്റെ പ്രധാന ദൗത്യം. വലിയ ഇഷ്ടമാണ് പുരാണകഥകൾ കേട്ടിരിക്കുവാൻ കുട്ടിക്ക്. വൈകിട്ട് ഗൗരി വിളക്ക് കൊളുത്തിയാൽ ഉടനെ ചമ്രം മടിഞ്ഞിരുന്ന് കുഞ്ഞുവായിൽ കീർത്തനങ്ങൾ ചൊല്ലുവാൻ ആരംഭിക്കും. അടുത്തു തന്നെ ഇരിപ്പുറപ്പിച്ച് കേട്ടിരിക്കും ഞങ്ങൾ. ഇടയ്ക്കിടെ ചോദിക്കും, അമ്മമ്മേ എന്നാ നമ്മൾ അമ്പലത്തിൽ പോവുക? മോനെ, കോവിഡ് അല്ലടാ, അടുത്തന്നെ അമ്പലമൊക്കെ തുറക്കുമായിരിക്കും, അമ്മ കൊണ്ടുപോട്ടോ. കോവിഡിൻ്റെ തീഷ്ണത കുറഞ്ഞപ്പോൾ അവരവരുടെ ഓഫീസുകൾ ആവശ്യപ്പെട്ട പ്രകാരം രാജേഷും ഗൗരിയും തിരികെ ബാംഗ്ലൂർക്ക് പോകുവാൻ തയ്യാറെടുപ്പ് തുടങ്ങി. അമ്മമ്മേ, കോവിഡ് പോയാൽ അമ്പലത്തിൽ കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞിട്ട്
ചിക്കു നിരാശ പ്രകടിപ്പിച്ചു. മോനെ ഉറപ്പായിട്ട് കൊണ്ടുപോകാലോ, ഇന്ന് വൈകിട്ട് തന്നെ നമുക്ക് പോവാം. ഞങ്ങളുടെ അമ്പലത്തിൽ മാത്രമല്ല, അവർ ബാംഗ്ലൂരിലേക്ക് തിരിക്കുന്നതിന് മുമ്പ് തന്നെ ഗുരുവായൂരിലും കാടാമ്പുഴയിലും അവരുടെ ദർശനം നടത്തിച്ചു. ഞങ്ങൾ പോകുന്നതിന് മുമ്പ് ഞാൻ ഓർമ്മിപ്പിച്ചു ഗൗരിയെ, മോളെ അവിടെ പോയാലും കുട്ടിയെ ദിവസവും നാമം ചൊല്ലിക്കണം കേട്ടോ. പറ്റുമ്പോഴൊക്കെ അമ്പലത്തിന് കൊണ്ടുപോകണം. കുറച്ച് നാമജപങ്ങളും മന്ത്രങ്ങളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് കുട്ടിയെ, അതൊക്കെ നിത്യം ചൊല്ലിക്കണം. ബാംഗ്ലൂരിൽ എത്തി ഏതാണ്ട് 3 മാസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും അവർ കാനഡയിലേക്ക് പറന്നു. കൂടുതൽ മെച്ചപ്പെട്ട ജോലി ശരിയായി. നാട്ടിൽ വന്നിട്ടേ പോകൂ എന്ന് കരുതി. ഞങ്ങൾക്ക് ചിക്കുവിനെ കാണണമെന്ന ആഗ്രഹവും ഉണ്ടായിരുന്നു. പക്ഷേ സമയക്കുറവ് കൊണ്ട് അവരതിന് മുതിരാതെ പോയി. 2 വർഷങ്ങൾക്കേറെയായി അവർ പോയിട്ട്. ഞാനും കുട്ടേട്ടനും ഈ വീടും അമ്പലവുമായി അങ്ങനെ കഴിഞ്ഞുകൂടുന്നു. വല്ലപ്പോഴും വീഡിയോ കോളിലൂടെ മാത്രം കുട്ടികളെയും പേരക്കുട്ടിയെയും കാണാറുണ്ട്. ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് അവരുടെ നല്ല ഭാവിയും ജീവിതമല്ലേ മുഖ്യം. എവിടെയായാലും നന്നായിട്ടിരിക്കട്ടെ. ഓരോന്നോർത്ത് സമയം പോയതറിഞ്ഞില്ല. 12 മണിയായി. വേഗം പോയി ഉച്ചയ്ക്കുള്ള ഭക്ഷണം വല്ലതും തയ്യാറാക്കട്ടെ. കുട്ടേട്ടന് സമയത്തിന് ഭക്ഷണം നിർബന്ധമാണ്. രാവിലത്തെ ഗുളികൾ കഴിച്ചോ ആവോ, അതോ അമ്പലത്തിൽ പോക്കൊണ്ട് മുടങ്ങിയോ? പോയി കിടന്നിരിക്കണു ആള്. ഫോൺ അടിക്കുന്നുണ്ടല്ലോ. ഗൗരിയാണ്. ഹലോ മോളെ. അമ്മേ, എന്താ വിശേഷം? പ്രത്യേകിച്ചൊന്നുമില്ല കുട്ടിയെ. അച്ഛൻ പോയി കിടന്നു, അമ്പലത്തിൽ പോയിട്ട് വന്നു. ഇവിടെ പേരൊക്കെ വഴിപാട് കഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉച്ചയ്ക്കുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണ്ടേ, അതിന് തുടങ്ങുമായിരുന്നു. എവിടെ കുട്ടി? അവ ട്യൂഷനിലാണമ്മേ, ഓൺലൈൻ. ഉറക്കം തൂങ്ങി ഇരിപ്പുണ്ട് അവിടെ. മോളെ, ഉറങ്ങേണ്ട സമയത്ത് വേണോ അങ്ങോട്ട് ഈ ട്യൂഷനൊക്കെ? പാവം കുട്ടി. അതൊക്കെ അങ്ങനെ നടക്കുക അമ്മേ. പിന്നെ അമ്മയോട് വേറൊരു വിശേഷം പറയാനുണ്ട്, ഒരു സന്തോഷ വർത്തമാനം. എന്താ കുട്ടിയെ? ഞങ്ങൾ വരുന്നുണ്ട് കേട്ടോ, 2 ആഴ്ചത്തെ ലീവിന്. ഉവ്വോ, എപ്പോഴെത്തും? അതേ കുട്ടേട്ടോ, കേട്ടിട്ടുണ്ടോ? കുട്ടികൾ വരുന്നുണ്ടെന്ന്. കുട്ടേട്ടൻ കൊട്ടിപ്പടഞ്ഞ് എഴുന്നേറ്റെത്തി. അമ്മേ, ഇന്ന് ട്യൂസ്ഡേ അല്ലേ? വരുന്ന സാറ്റർഡേ വൈകിട്ട് 7 മണിയോടെ അവിടെ എത്തും, നെടുമ്പാശ്ശേരിയിൽ. ഒന്ന് വേഗം വാ എൻ്റെ കുട്ടികളെ, എത്ര കാലമായി കാത്തിരിക്കണു. എവിടെ എൻ്റെ കുട്ടി? ട്യൂഷനിലല്ലേ? അവനെ കാണാൻ വൈകിട്ടോ. അമ്മേ, ഇനിയിപ്പോൾ ഏതായാലും ശനിയാഴ്ച നേരിട്ട് കാണാമല്ലോ, അത് പോരെ? ശരി എന്നാ. ഫോൺ കട്ടായി. 1 വർഷം കഴിഞ്ഞാൽ വരാമെന്ന് പറഞ്ഞ് പോയതാണ്. ഇപ്പോൾ വർഷം 2 കഴിഞ്ഞിരിക്കുന്നു. അവർക്ക് ലീവ് ഇല്ലാച്ചാൽ എന്താപ്പം ചെയ്യുക? കൂട്ടേട്ടൻ ഇടയ്ക്കൊക്കെ പിറുപിറുക്കും. പഠിപ്പിച്ചു വിട്ട് വലിയ ഉദ്യോഗമൊക്കെ ആയാൽ തള്ളയും വേണ്ട തന്തയും വേണ്ട അപ്പത്തെ കുട്ടികൾക്ക്. താൻ പറയും, അവർക്ക് പെറ്റെങ്കിൽ വരാതിരിക്കും എൻ്റെ കൂട്ടേട്ടാ. ജോലിയല്ലേ, ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ടാവില്ലേ? ഏതായാലും അവർ വരികയായല്ലോ. ശനിയാഴ്ച എന്ന് പറയുമ്പോഴേക്കും എത്തും. 100 കൂട്ടം കാര്യങ്ങളുണ്ട് ഏർപ്പാടാക്കാൻ. ആകെ ഒരു വെപ്രാളാവണം എനിക്ക്. ആദ്യം വീടും പരിസരമൊക്കെ ഒന്ന് വൃത്തിയാക്കണം. തൊടിയൊന്ന് കാട് വെട്ടി വെടുപ്പാക്കണം. ആ രാജേഷ് എന്താ വിചാരിക്കുക? മുകളിലെ മുറിയിലാ അവർ സാധാരണ കിടക്കാറ്. എന്താണിപ്പോൾ ആ റൂമിൻ്റെ അവസ്ഥ എന്നറിയില്ല. ഞങ്ങളൊന്നും അങ്ങോട്ട് കയറി നോക്കാറേ ഇല്ല. ഒരു AC ഉണ്ട് അവിടെ, അത് ഓണാവോ അതെന്നെ ഉറപ്പില്ല. കുഞ്ഞിനുവാരോട് തന്നെ പറഞ്ഞു നോക്കണം, അതൊന്ന് സർവീസ് ചെയ്ത് തരാൻ ആളെ കിട്ടുമെന്ന്. പാല് വാങ്ങാറില്ല. കൂട്ടേട്ടൻ പാലൊഴിച്ച ഒന്നും തൊടുന്നില്ല. എനിക്കൊരാൾക്കായിട്ട് എന്തിനാ വാങ്ങണമെന്ന് കരുതും. പാലിപ്പോൾ എവിടെ നിന്നാവോ കിട്ടുക? അത് വലിയൊരു പ്രശ്നമാണ്. നോക്കാം, ഇവിടെ തൊട്ട വീട്ടിൽ പാലെത്തിക്കുന്നുണ്ട്, തെക്കമ്പടിയിലെ രാഘവൻ. അവനോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കാം. ചിക്കുവിന് പാല് കുറച്ചൊന്നും പോരേ, അതാ പ്രശ്നം. അവൻ്റെ കാര്യം ഓർക്കുമ്പോൾ തന്നെ ചിരി വരുന്നു. കൊടുത്ത പാല് തികയാഞ്ഞാലേ ഒരു ബഹളം വയ്ക്കലുണ്ട്. ചിലപ്പോൾ നിലത്ത് കിടന്നങ്ങോട്ട് ഉരുളും. ഇപ്പോൾ കുസൃതി കുറച്ചുകൂടി കൂടിയിട്ടുണ്ടാവും ചെക്കനെ. കുറേ വഴിപാടുകൾ നടന്നിട്ടുണ്ട്, അതൊക്കെ ഒന്ന് കഴിക്കണം പെട്ടെന്ന് തന്നെ. ഗുരുവായൂരും കാടാമ്പുഴയിലൊക്കെ ഒന്ന് പോയിട്ട് വരണം. കുറച്ചായി പോയിട്ട്. ചിക്കുവിന് വലിയ സന്തോഷമാവും ഗുരുവായൂരിലൊക്കെ പോകാമെന്ന് പറഞ്ഞാൽ. ചാടി പുറപ്പെട്ടോളും. അവിടെ ഉള്ളിലുള്ള മഞ്ചാടി വാരി കളിക്കാൻ വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെയാവും ചെക്കൻ ഇത്ര വീർതിയായിട്ടുള്ളത്. ഇപ്പം പുരാണ കഥകളൊക്കെ ഓർമ്മ ഉണ്ടാവോ? ഇല്ല, അതൊന്നും മറക്കാൻ സാധ്യതയില്ല. പിന്നീട് അങ്ങോട്ടുള്ള ഏതാനും ദിവസങ്ങൾ കുട്ടൻ നായർക്കും സരസ്വതി അമ്മയ്ക്കും വളരെ തിരക്കേറിയവ ആയിരുന്നു. എല്ലാത്തിനും സഹായത്തിനായി കുഞ്ഞുണ്ണി വാര്യരും. ആ വീടും
വൃദ്ധ ദമ്പതികളും തയ്യാറായി മകളെയും മരുമകനെയും പേരക്കുട്ടിയെയും സ്വീകരിക്കുവാൻ. അങ്ങനെ ശനിയാഴ്ചയായി. വൈകിട്ട് 4 മണിയോടെ എയർപോർട്ടിൽ നിന്നും അവരെ കൂട്ടിക്കൊണ്ടുവരുവാൻ പോയ സ്ഥിരം ഡ്രൈവർ രവി വിളിച്ചു പറഞ്ഞു, ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു, ഉടൻ തിരിക്കും. അധികം താമസിച്ചില്ല. ഗൗരിയും രാജേഷും ചിക്കുവും വീട്ടിലെത്തിച്ചേർന്നു. ആഹ്ലാദം തീരെ തല്ലിയ പുനഃസംഗമ നിമിഷങ്ങൾ. സരസ്വതി അമ്മ കണ്ണീർ പൊഴിച്ചു. എൻ്റെ കുട്ടികളെത്തിയില്ലോ. പക്ഷേ പേരക്കുട്ടി ചിക്കു ഒന്നും പറയാതെ അമ്മച്ചനെയും അമ്മമ്മയെയും കണ്ട് ഒരു സന്തോഷ പ്രകടനവും നടത്താതെ മാറി നിന്നു. മോനെ, സേ ഹൈ ടു യുവർ അമ്മച്ചൻ ആൻഡ് അമ്മമ്മ, ഗൗരി പറഞ്ഞു. ചിക്കു ചെറുതായി കൈ ഒന്ന് ഉയർത്തി കാണിച്ചു. പിന്നെ ബാഗിൽ നിന്നും ഐപാഡ് എടുത്ത് ഓൺ ചെയ്തു. സരസ്വതി അമ്മ വാത്സല്യത്തോടെ അവൻ്റെ അരികിൽ ചെന്നിരുന്നു. ചിക്കു, നീ എന്താ അമ്മമ്മോടൊന്നും പറയാത്തേ? ചിക്കു ഐപാഡിൽ തന്നെ ശ്രദ്ധിച്ചിരിക്കുകയാണ്. സരസ്വതി അമ്മ വല്ലാതായി. വീഡിയോ കോളിലും പേരക്കുട്ടി അടുപ്പം കാണിക്കാറുണ്ടായിരുന്നില്ല. പക്ഷെ നേരിട്ട് കാണുമ്പോൾ ഇതൊന്നുമല്ല പ്രതീക്ഷിച്ചത്. ഇതാരാന്ന് നോക്ക്, കുട്ടിയുടെ അമ്മച്ചൻ. കൂട്ടേട്ടനെ ചൂണ്ടിക്കാണിച്ച് സരസ്വതി അമ്മ വീണ്ടും പേരക്കുട്ടിയോട് സംസാരിക്കുവാൻ ശ്രമിച്ചു. ഓ ഷിറ്റ്, പ്ലീസ് ഡോണ്ട് ഡിസ്റ്റർബ്. ചിക്കു ചീറി. ഞെട്ടിത്തെറിച്ചുപോയി സരോജിനി അമ്മ. അമ്പരപ്പോടെ അവർ ഗൗരിയെ നോക്കി. ചിക്കു, ഡോണ്ട് യു ഹാവ് സം മാനേഴ്സ്? ഗൗരി ഒച്ച വെച്ചു. മൈ ഫുട്ട്. വല്ലാത്തൊരു ദേഷ്യത്തോടെ കുട്ടി അകത്തേക്ക് ഓടി. ഗൗരി സങ്കടത്തോടെ രാജേഷിനെ നോക്കി. എന്ത് പറയണമെന്നറിയാതെ അയാൾ നിന്നു. അല്പസമയത്തിന് ശേഷം ഗൗരി പറഞ്ഞു, അമ്മേ, അവൻ വളരെ ചെറിയ കുട്ടിയായിരുന്നപ്പോഴല്ലേ ഇവിടുന്ന് പോയത്. ശരിക്കു പറഞ്ഞ ബുദ്ധി ഒട്ടും വയ്ക്കാത്ത ചെറുപ്രായത്തിൽ അല്ലേ? അത് കഴിഞ്ഞിട്ട് ഏതാണ്ട് 2 കൊല്ലത്തിൻ്റെ മേലെയായി. ആ ഒരു പരിചയക്കുറവാ. നോക്കിക്കോളൂ, നാളത്തേക്ക് കമ്പനിയാവും അവൻ. പിന്നല്ലാതെ അമ്മ വിഷമിക്കേണ്ട, രാജേഷും ആശ്വസിപ്പിച്ചു. പക്ഷേ ചിക്കുവിനെന്തോ ആ വീടും പരിസരവും അവൻ്റെ അമ്മച്ചനും അമ്മമ്മയും ഒട്ടും സെറ്റായില്ല എന്ന് എല്ലാവർക്കും പിറ്റേ ദിവസമായപ്പോഴേക്കും വ്യക്തമായി. സരസ്വതി അമ്മയുടെ ഉള്ളിൽ സങ്കടം അണപൊട്ടി. ഞാൻ കൊഞ്ചിച്ചെടുത്ത് നടന്ന എൻ്റെ ഗൗരിമോളുടെ കുട്ടി എത്ര കളിപ്പിച്ചിരിക്കണു, എത്ര കുളിപ്പിച്ചിരിക്കണു, കഥകൾ പറഞ്ഞു കൊടുത്തിരിക്കണു, പാട്ട് പാടിയിട്ടും പുരാണകഥ പറഞ്ഞു കൊടുത്തിട്ടും അമ്പലത്തിൽ കൊണ്ടുപോയിട്ടും എങ്ങനെയൊക്കെ നോക്കിയിരുന്നു ഞാൻ. പക്ഷെ ഇപ്പോൾ ഊണ് കഴിഞ്ഞ് ചിക്കു പൂമുഖത്തിരുന്ന് ഏതോ ബുക്ക് വായിച്ചിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട ആ പാവം അമ്മമ്മ വീണ്ടും അവൻ്റെ അരികിലെത്തി അല്പം ആശങ്കയോടെ. ചിക്കു, അമ്മമ്മ ഒരു നല്ല കഥ പറഞ്ഞു തരട്ടെ? വേണ്ട. ആവൂ, എൻ്റെ ഉണ്ണി മലയാളം പറയുന്നുണ്ടല്ലോ. നല്ലൊരു കഥ പറഞ്ഞുതരാം. ഉണ്ണിക്കണ്ണൻ്റെ കഥ. അവൻ അമ്മമ്മയെ ഗൗനിച്ചതേയില്ല. വൈകിട്ടേ ഉണ്ണിയെ അമ്മമ്മ അമ്മച്ചനെയും കൂട്ടിയിട്ട് അമ്പലത്തിൽ കൊണ്ടുണ്ട്. വരൂ അമ്മമ്മയുടെ കുട്ടി. സരസ്വതി അമ്മ അരുമ പേരക്കിടാവിൻ്റെ കയ്യിൽ സ്പർശിച്ചു. മമ്മ. ഒട്ടും പ്രതീക്ഷിച്ചില്ല കുട്ടി ചീറുമെന്ന്. സരസ്വതി അമ്മ ഞെട്ടി പിന്നാക്കം മാറി. ഗൗരിയും രാജേഷും ഓടിയെത്തി. ലെറ്റ്സ് ഗോ ബാക്ക് മമ്മ, ഐ ആം ഫെഡ് അപ്പ്, ഐ വാണ്ട് ടു ഗോ ബാക്ക്. ഒന്ന് പതറി ഗൗരി. അവൻ്റെ 2 കൈകളും കൂട്ടിപ്പിടിച്ച് ചോദിച്ചു, വൈ മൈ ഡിയർ ബേബി, വൈ? വി ജസ്റ്റ് അറൈവ് ഹിയർ റൈറ്റ്? നമുക്ക് ഒരുപാട് കറങ്ങിയണ്ടേ, എൻജോയ് ചെയ്യണ്ടേ? മോൻ്റെ അമ്മമ്മയുടെ കൂടെ, അമ്മച്ചൻ്റെ കൂടെ ഗുരുവായൂർ പോണ്ടേ, കടാമ്പുഴ പോണ്ടേ? നോ മമ്മ, ദിസ് എ സ്റ്റുപ്പിഡ് പ്ലേസ്. ഒന്നും പറയാൻ ഇല്ല എന്ന പോലെ എല്ലാവരും നിശബ്ദരായി. അല്പസമയത്തിന് ശേഷം സരസ്വതി അമ്മ എഴുന്നേറ്റു അകത്തേക്ക് നടന്നു. അവർക്കൊന്നുറപ്പായി, എൻ്റെ മനസ്സ് പിന്നെ കുട്ടേട്ടൻ്റെയും ഞങ്ങളെ മാറാത്തുള്ളൂ. കുട്ടികളും പേരക്കുട്ടിയും ഒക്കെ മാറി. എന്തെല്ലാം പ്രതീക്ഷകളോടെയായിരുന്നു കാത്തിരുന്നത്. പക്ഷേ ഇപ്പോൾ ഗദ്ഗതമടക്കാൻ അവർ പാടുപെട്ടു. വേഷ്ടിമുണ്ടിൻ്റെ തുമ്പ് ഉയർത്തി കണ്ണുനീർ തുടച്ചുകൊണ്ട് കട്ടിലിൽ പതിയെയിരുന്നു. അല്പം കഴിഞ്ഞപ്പോൾ കുട്ടനായരടുത്തെത്തി. പൂമുഖത്ത് കുഞ്ഞും അച്ഛനമ്മമാരും തമ്മിൽ വാഗ്വാദം തുടരുന്നത് കേൾക്കാം. സരസ്വതി, കുട്ടേട്ടൻ വിളിച്ചു. അവനെ നിൻ്റെ ആ ചെറിയ പണ്ടത്തുള്ള കുട്ടിയൊന്നുമല്ല, കുറച്ചൊക്കെ വലുതായി. അന്യ നാട്ടിലാണ് വളരണം പഠിക്കണം അല്ലേ?
അപ്പം അവിടുത്തെ രീതികളും സൗകര്യങ്ങളും ഒക്കെ വേറെയല്ലേ? ഈ പട്ടിക്കാട്ടിലെ പോലെയാണോ, നമ്മുടെ വീട് പോലെയാണോ അവൻ്റെ അവിടുത്തെ അവസ്ഥ? അപ്പം ആ ഇഷ്ടക്കേട് അവർ കാണുന്നേ. ഞാൻ അത് പ്രതീക്ഷിച്ചത് സത്യത്തിൽ. ഗൗരിയോട് ഞാൻ പറഞ്ഞു തിരിച്ചു പോക്കോളാൻ. വെറുതെ എന്തിനാ ആ കുട്ടിയെ വാശി പിടിപ്പിച്ചിട്ട്? എന്ത് സുഖമായിട്ടുള്ളത്? ഇന്ന് ഈ നേരം വരെ ഒന്നും ആ കുട്ടി കഴിച്ചിട്ടില്ല. ചോറ് ഇങ്ങനെ തൊട്ട് നക്കിന്നേ ഉള്ളൂ. ഇവിടുന്ന് പോകണം എന്നുള്ള ഒറ്റ കാല കുട്ടി. ഇനിയിപ്പോൾ അവരും ഒച്ചപ്പോയിക്കോട്ടെ. ഒന്ന് നിർത്തി കൂട്ടേട്ടൻ തുടർന്നു. ഇനിയിപ്പോൾ നീയായിട്ട് ഒന്നും പറയാൻ പോണ്ട. ഗൗരിക്ക് അല്ലെങ്കിൽ തന്നെ സങ്കടമായിട്ടുണ്ട്. പാവം കുട്ടി. അവളിപ്പോൾ എന്ത് ചെയ്യുക? ഇനിയിപ്പോൾ പരാതി പറഞ്ഞിട്ടും വേവലാതിപ്പെട്ടിട്ടും അവരുടെ സങ്കടം കൂട്ടണ്ട. നീ വിഷമിക്കണ്ട. കണ്ടൂലോ ഏതായാലും അവരെ. നിനക്ക് പിന്നെ ഞാനില്ലേ, എനിക്ക് നീയും പോരെ. കുട്ടൻ നായർ കണ്ണീർ മറച്ചു വെച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പുഞ്ചിരിയോടെ ഭാര്യയെ ചേർത്ത് പിടിച്ചു. സുഹൃത്തുക്കളെ, ഈ കഥ ഇവിടെ തീരുന്നു. നന്ദി, നമസ്കാരം.